ഹായ് എല്ലാവർക്കും പുതുവത്സരാശംസകൾ. സൂപ്പർ കമ്പനിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവ്ജിയുടെ അടുത്ത് ചെന്നിട്ട് കൃഷി ചോദിക്കുന്നുണ്ട്. അന്നത്തെ സംഭവത്തിന് ഒരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് മനസ്സിനൊരു സമാധാനമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങേ കാണാൻ വീണ്ടും ഇങ്ങോട്ട് വന്നത്. അന്നത്തെ വിവാദമായിട്ടുള്ള ഡിസൈൻസ്, മാനസിക അംഗീകാരം കിട്ടിയിട്ടുള്ള ആ ഡിസൈൻ, അത് യഥാർത്ഥത്തിൽ ആരാണ് ദേവ്ജി വരച്ചത്? ഉടനെ ദേവ്ജി പറയുന്നുണ്ട്, അത് ഞാൻ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. കഴിഞ്ഞ അധ്യായം അത് വീണ്ടും തുറക്കണ്ട. വയസ്സായില്ലേ, എനിക്കന്ന് ഓർമ്മപ്പിശക് വന്നതും ആയിരിക്കാം. അങ്ങനെ ഞാൻ വേദിയിൽ കയറി എന്തോ വിളിച്ചു പറഞ്ഞതാ. എന്നാൽ ഇതൊന്നും കൃഷി വിശ്വസിക്കുന്നില്ല. അങ്ങനെ എന്തും വിളിച്ചു കയറി പറയുന്ന ഒരാളല്ല ദേവ്ജി. അത് ഞങ്ങൾക്കും അറിയാം, അങ്ങേക്കും അറിയാം. എന്നെ മകന്റെ സ്ഥാനത്താണ് അങ്ങ് കാണുന്നതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. അങ്ങയുടെ മകനായിട്ടൊന്ന് ചോദിക്കുക, ശരിക്കും ആ ഡിസൈൻ വരച്ചത് ആരാ? മാനസയാണോ അതോ കൺമണിയാണോ? അങ്ങ് അവിടെ സംസാരിച്ചാണ് സത്യമെന്ന് അന്ന് മുതൽ എന്റെ മനസ്സ് പറയുന്നുണ്ട്. അന്ന് അവിടെ നടന്നത് മുഴുവൻ ചില നാടകങ്ങളാണെന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുക. പ്ലീസ് ദേവ്ജി അങ്ങ് പറയണം. അങ്ങ് പറയുന്നത് എന്നിലൂടെ മറ്റാരും അറിയില്ല, അച്ഛനോട് പോലും പറയില്ല എന്ന് ഞാൻ വാക്ക് തരുന്നു. ശരിക്കും ആരാ ഡിസൈൻ വരച്ചത്? കൃഷിന്റെ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒടുവിൽ ദേവ്ജി പറയുകയാണ്, അത് കൺമണി വരച്ചതാണ് എന്ന്. കൃഷ് ആകെ ഞെട്ടുന്നുണ്ട് അത് കേട്ടിട്ട്. ദേവ്ജി വീണ്ടും പറയും, ആ ഡിസൈൻ കൺമണിയുടേതാണ്, ഒക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ജീവിതാവസാനം വരെ ആ കാഴ്ച എന്റെ മനസ്സിൽ നിന്നും മായുകയുമില്ല. അങ്ങനെ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ദേവ്ജി ഓർത്തു പോകുന്നുണ്ട് ഈ നിമിഷം. ആ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കൃഷിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ കൃഷ് ദേവ്ജിയോട് പറയുന്നുണ്ട്, താങ്ക് യു ദേവ്ജി. എന്റെ മനസ്സിൽ നിന്ന് ഒരു വലിയ ഭാരം ഒഴിഞ്ഞ അവസ്ഥയാണ് എനിക്കിപ്പോ. ഒരു പ്രത്യേക സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തോ ഒരു വെളിച്ചം വന്നതുപോലെ. അപ്പൊ ദേവ്ജിയും പറയും, സത്യം അങ്ങനെയാണ്, അത് വെളിച്ചം ഉണ്ടാക്കും എന്ന്. അല്ല പിന്നെ കൺമണി എന്തിനാ അത് മാനസയാണ് വരച്ചതെന്ന് മാറ്റി പറഞ്ഞത്? ആ അംഗീകാരം മാനസിക്ക് കൊടുത്തത് എന്നിങ്ങനെ കൃഷ് സംശയത്തോട് ചോദിക്കുമ്പോൾ, ജീവിതം ഒരാളെ പല അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും കൃഷ്. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അന്ന് കൺമണി. അന്ന് ആ വേദിക്ക് പുറത്തു വെച്ച് അവൾ എന്നോട് കരഞ്ഞ് മാപ്പ് ചോദിച്ചു. തുടർന്ന് ദേവ്ജി പറയുന്നുണ്ട്, കൺമണി ഓഫീസിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ നിബന്ധന വെച്ചത് മാനസയോട് പകരം വീട്ടാനൊന്നുമല്ല. കൺമണിയുടെ കഴിവുകൾ അലികയ്ക്ക് മുതൽക്കൂട്ടാകും എന്നുള്ളതുകൊണ്ടാ. ഈ കുപ്പയിൽ കിടക്കുന്ന മാണിക്യം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു മാണിക്യമാണ് കൺമണി. അവൾ എന്നും ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കാൻ പാടില്ല. അവളുടെ തിളക്കം ലോകം അറിയണം. കൃഷി വീണ്ടും സന്തോഷത്തോടെ നന്ദി പറയുന്നുണ്ട് ദേവ്ജിയോട്. എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യങ്ങൾക്കെല്ലാം എനിക്കിപ്പോ ഉത്തരം കിട്ടി എന്ന് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. കൃഷി വളരെ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയം മനോജിന് വേണ്ടി ഡിസൈൻ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് കൺമണി. അതേസമയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അലികയിൽ ജോലി ചെയ്യുമ്പോൾ മറ്റൊരു കമ്പനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത് ധാർമ്മികമായി ശരിയാണോ? പക്ഷേ ഞാൻ എന്റെ ഏട്ടന് വേണ്ടിയാണല്ലോ വരയ്ക്കുന്നത്, അതില് തെറ്റൊന്നുമില്ല. അതും ചിന്തിച്ച് കൺമണി വരയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വരുണിന്റെ കോള് വരികയാണ്. കൺമണി വരുണിന്റെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട്, എന്താ കൺമണി ഇത് കഷ്ടമുണ്ട് കേട്ടോ. എന്താ വരുൺ എന്ന് കൺമണി ചോദിക്കുമ്പോൾ, എന്താ വരുണെന്നോ? ഞാൻ 2 തവണ കൺമണി വിളിച്ചതല്ലേ, 2 പ്രാവശ്യവും ഫോൺ ബിസി ആയിരുന്നു. അത് പിന്നെ ഞാൻ ഓഫീസിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു എന്ന് കൺമണി പറയുന്നുണ്ടെങ്കിലും, ആരോടാ ഓഫീസിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്? അത് പിന്നെ വിദ്യ മാഡം, മാനസ മാഡം, അങ്ങനെ അവരോടൊക്കെ ആയിരുന്നു. ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് കൺമണി കോൾ കട്ട് ചെയ്യാൻ തുടങ്ങുന്നതും കൃഷ് വിളിക്കുമെന്ന് ചോദിക്കുകയാണ്. വരുണിന്റെ ആ ചോദ്യം കേട്ട് ഇല്ലെന്ന് കൺമണി മറുപടി കൊടുക്കുന്നുണ്ട്. എന്താ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോ, ആ ഓക്കെ ദേ ഇവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. കൺമണി എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. ഞാൻ ഉത്സാഹത്തോടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ കൺമണി ഇങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ സംസാരിച്ചാ എങ്ങനെയാ? ഇത് ഭയങ്കര ബോറാ കേട്ടോ. ഉടനെ കൺമണി പറയുന്നുണ്ട്, സോറി വരും, ഓഫീസിലെ തിരക്ക്, പിന്നെ ഇവിടെ വീട്ടിലും ഒരു വർക്ക് തുടങ്ങുന്നുണ്ട്, അതിന്റെയൊക്കെ ഒരു ക്ഷീണം, അത്രേ ഉള്ളൂ. പക്ഷെ വരുൺ പറയും, എന്റെ ഭാര്യ അങ്ങനെ ക്ഷീണിച്ച് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞു വന്നതേ, കല്യാണം ഒരു ഉത്സവം ആക്കാനുള്ള ഒരുക്കത്തിലാണ് വീട്ടുകാര്. പിന്നെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡേറ്റ് എന്നാണെന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ നാളെ പറയാം. എല്ലാം കേട്ടിട്ടും കൺമണി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വരുൺ ചോദിക്കുന്നുണ്ട്, എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ കേൾക്കുന്നുണ്ടെന്ന് കൺമണി മറുപടി കൊടുത്തപ്പോ, ചുമ്മാ കേട്ടാൽ മാത്രം പോരാ, ഇടയ്ക്കൊന്ന് മൂളുകയെങ്കിലും ചെയ്യണം. ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് കൺമണി. ശേഷം വരുൺ പറയുന്നുണ്ട്, അതുപോലെ ഞാൻ കല്യാണ മണ്ഡപത്തില് ഒരു കലാപരിപാടി ഒപ്പിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡാ. എന്താ അതെന്ന് കൺമണി ചോദിക്കുമ്പോ, ഇപ്പോഴത്തെ കല്യാണ വീഡിയോകളിലൊക്കെ കാണാറില്ലേ, താലികെട്ട് കഴിഞ്ഞാൽ ഉടൻ കവിളത്തൊരു ഉമ്മ. താലികെട്ടി സ്വന്തമാക്കിയതിന്റെ സ്നേഹവും സന്തോഷവും അഭിമാനവും എല്ലാം നാട്ടുകാരെ കാണിക്കത്തക്ക വിധം ഒരു ഉമ്മ. ഇതൊക്കെ കേട്ട് ആകെ വല്ലാതാവുന്നുണ്ട് കൺമണി. അവസാനം വരുണിനോട് എന്നെ ഏട്ടൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ സംഭാഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോ വരുണിന് ദേഷ്യം വരുന്നുണ്ട്. ഇത് വലിയ കഷ്ടമാണ് കേട്ടോ. ഇന്ന് ഞാൻ ശ്രമിച്ചു, ഇനി നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും ഞാൻ കോള് കട്ട് ചെയ്യില്ല, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ, ആ ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് കൺമണിയും. ശേഷം ഗുഡ് നൈറ്റ് ഉമ്മയൊക്കെ കൊടുത്ത് വരുൺ ഫോൺ കട്ട് ചെയ്യുകയാണ്. കൺമണിക്കാണെങ്കിലും ആശ്വാസമാവുന്നു. അങ്ങനെ വരുണുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ വെച്ചതും ഉടനെ മറ്റൊരു കോള് കൺമണിക്ക് വരികയാണ്. അത് വിളിക്കുന്നത് കൃഷാണ്. കൺമണി കോൾ എടുക്കുമ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട്, കൺമണി വീട്ടിലാണോ എന്ന്. അതേന്ന് കൺമണി മറുപടി കൊടുക്കുന്നു. എന്താന്ന് ചോദിക്കുന്നു. അപ്പൊ കൃഷി പറയുന്നുണ്ട്, സോറി എന്ന്. എന്തിനാ സോറി എന്നൊക്കെ കൺമണി ചോദിക്കുമ്പോ, ചില ആളുകളെ നമ്മൾ തിരിച്ചറിയാൻ പ്രത്യേക അവസരങ്ങൾ ഒരുങ്ങിയെന്ന് വരും. കൺമണിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാ കൺമണിയുടെ മനസ്സിന്റെ വലിപ്പം എനിക്ക് മനസ്സിലായത്. ഞാൻ പല ഘട്ടങ്ങളിലും കൺമണിയോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ദേഷ്യത്തോടെ ഇടപെട്ടിട്ടുണ്ട്, ആവശ്യമില്ലാതെ വഴക്കും പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും സോറി കൺമണി. ഇതെല്ലാം കേൾക്കുമ്പോൾ
കേൾക്കുമ്പോഴത്തേക്ക് കൺമണി പറയുന്നുണ്ട്, സാറ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എന്ത് മഹത്വം ഉണ്ടെന്നാ സാറ് പറയുന്നത്? സാറിനെ കളിയാക്കുകയാണോ? അപ്പൊ കൃഷി പറയും, മുമ്പ് ഞാൻ കൺമണിയെ കളിയാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് മനസ്സ് നേറുകയാ കൺമണി. കൺമണി ഒരു നല്ല കുട്ടിയാ, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാൾ. കൺമണിയെ പല രീതിയിൽ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ സോറി പറയുക. അപ്പൊ കൃഷി ഇങ്ങനെ കൺമണിയുമായിട്ട് സംസാരിക്കുന്നതൊക്കെ കൃപ കേൾക്കാനിടയാവുന്നുണ്ട്. കൃപ ആ മുറിയുടെ പുറത്ത് നിന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആരോടാ മോൻ ഈ സോറി പറയുന്നത്? അതേസമയം കൺമണിയും ചിന്തിക്കുന്നുണ്ട്, കൃഷ് സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ചിരി വരുന്നുണ്ട് കൺമണിക്ക്. ഇവിടെ കൃപ കൃഷിനോട് ഏതോ ഒരു കാര്യത്തിന് മാനസ ചേച്ചിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതാ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷാണെങ്കിലും അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ മാനസയോടൊന്നും അല്ല സോറി പറഞ്ഞെന്ന് കൃഷി പറയുന്നുണ്ടെങ്കിലും കൃപ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഇതിലിത്ര ചമ്മാനൊന്നുമില്ല. വീരശൂരന്മാരായ പല ആൺപിള്ളേരും ഭാര്യമാരുടെ മുമ്പില് പുട്ടടിച്ചാ നിൽക്കുന്നത്. നീ എന്റേത് വാങ്ങിക്കുന്നു പറഞ്ഞ് കൃപയുടെ ചെവി പിടിച്ച് തിരിക്കാൻ നോക്കുമ്പോ എന്നെ എന്തെങ്കിലും ചെയ്താലേ ഞാൻ മാനസ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും. ഏതായാലും എന്നോട് സോറി പറയിപ്പിക്കാനും ഒരാളെ എനിക്ക് കണ്ടുപിടിക്കണം. പിന്നെ ആ കൺമണിയെ വരട്ടി നിർത്തുന്ന പോലെയൊന്നും മാനസ ചേച്ചിയോട് പറ്റില്ല എന്നും ഒക്കെ പറഞ്ഞ് കൃപ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. കൃഷിനാണെങ്കിൽ ചമ്മലും തോന്നുകയാണ്. അതിനിടയിൽ കഴിഞ്ഞു പോയ പല സംഭവങ്ങളും കൃഷിന്റെ മനസ്സിലൂടെ മിന്നി മറിയുന്നുണ്ട്. കൺമണിയുമായിട്ട് ഉടക്കിലായതും പിന്നീട് തന്റെ കമ്പനിയിൽ കൺമണി ജോലിക്ക് വന്നതും അതുപോലെ കൺമണി വരച്ച ഡിസൈനിന്റെ ക്രെഡിറ്റ് മുഴുവൻ മാനസ തട്ടിയെടുത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃഷി ഇങ്ങനെ ഓർക്കുന്നുണ്ട്. കൺമണിയാണെങ്കിലും കൃഷി തന്റെ കഴുത്തിൽ താലി കെട്ടിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. അതോടൊപ്പം വരുണിന് തന്നെയും കൃഷിനെയും കുറിച്ച് എന്തൊക്കെയോ ചില സംശയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ള ഒരു ചിന്തയും കൺമണിയെ ആകെ ടെൻഷനിലാക്കുന്നുണ്ട്. അതൊക്കെ ആലോചിച്ചിട്ട് കൺമണിക്ക് ഡിസൈൻസ് ഒന്നും വരയ്ക്കാനേ സാധിക്കുന്നില്ല. മനസ്സിലൊന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ സ്വയം പറയുകയാണ്. വരയ്ക്കാൻ വീണ്ടും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇല്ല, എനിക്ക് വരയ്ക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആകെ വിഷമിച്ചു നിൽക്കുന്നു. പിന്നീട് ധനലക്ഷ്മി മനോജിനോടായിട്ട്, ഞാനൊരു കാര്യം പറയാം, മനോജേട്ടൻ്റെ കൈ ഓട്ടക്കയ്യ, പൈസ കയ്യിൽ വന്ന പിന്നെ കൺമണിക്ക് ചുരിദാറ്, അച്ഛന് ഡ്രസ്സ്, അങ്ങനെ പണം പോകുന്ന വഴി കാണില്ല. ഏട്ടന് മാസാമാസം കിട്ടുന്ന ശമ്പളം എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ നോക്കി ചെലവാക്കിക്കൊള്ളാം. ഇതൊക്കെ മനോജ് ചോദിക്കുന്നുണ്ട്. നമ്മൾ സന്തോഷിക്കുമ്പോൾ നമുക്കൊപ്പം ഉള്ളവരും സന്തോഷിക്കണ്ടേ ധനലക്ഷ്മി? അതെ, വേണ്ടപ്പെട്ടവർ സന്തോഷിക്കണം. ഏട്ടന് വേണ്ടപ്പെട്ടവരാരാ? ഞാനും ഗോകുലും. അപ്പോ കൺമണിയോ അച്ഛനോ അവരെ മറന്നിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ലക്ഷ്മി? ഇപ്പൊ തന്നെ കൺമണിയുടെ കല്യാണം കഴിഞ്ഞാലും ശരി, ഞാൻ അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അവളെ എനിക്ക് എന്റെ മോളെ പോലെയാ. അവരങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് കഥയിൽ ആരും മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. ധനലക്ഷ്മി ചെന്ന് വാതിൽ തുറക്കുന്നതും അത് കൺമണിയായിരിക്കും. മനോജ് കൺമണിയെ കണ്ടിട്ട്, മോൾക്ക് 100 ആയുസാ, നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ, നീ എന്റെ മോളെ പോലെയാണെന്ന്. യേശു എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ, അത് പിന്നെ ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടൻ വിഷമിക്കരുത്, എന്നെ വഴക്ക് പറയുകയും ചെയ്യരുത്. എന്താ മോളെ എന്ന് മനോജ് ചോദിക്കുമ്പോ, ഏട്ടന്റെ വാക്കിന് വില തന്നില്ല എന്ന് തോന്നരുത്, മാപ്പ് ചോദിച്ചുകൊണ്ടാ ഞാനിത് ഏട്ടനോട് പറയുന്നത്. നീ കാര്യം പറ കൺമണി എന്ന് മനോജ് പറയുമ്പോ, BR ഡിസൈൻസിന് വേണ്ടി വരയ്ക്കാൻ ഏൽപ്പിച്ച ഡിസൈൻ അത് വരയ്ക്കാൻ എനിക്ക് പറ്റില്ല. ഇത് കേൾക്കുന്നത് മനോജ് ആകെ വല്ലാതാവുന്നുണ്ട്. ധനലക്ഷ്മി ഉടനെ തന്നെ ചൂടായിക്കൊണ്ട്, എന്താടി നീ പറഞ്ഞതെന്ന് പറഞ്ഞ് കൺമണിക്ക് നേരെ ചൂടാകുമ്പോ ധനലക്ഷ്മിയോട് അടങ്ങാൻ പറയുന്നുണ്ട് മനോജ്. എങ്കിലും ധനലക്ഷ്മി പറയും, ഏട്ടനൊന്നും മിണ്ടായിരിക്കുക, ഇവള് ഭർത്താവിന്റെ അനിയത്തിയായിട്ടൊന്നുമല്ല, ഒരു കൂടപ്പിറപ്പിനെ പോലെ ഞാൻ സ്നേഹിച്ചത്. മനോജേട്ടൻ കുറച്ചു മുമ്പ് പറഞ്ഞത് ഇവള് മോളെ പോലെയാണെന്നല്ലേ? മനോജേട്ടൻ ഇത് തന്നെ കിട്ടണം. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ഇവളെയൊക്കെ മോളെയെന്നും മക്കളെയും എന്നും പറഞ്ഞുകൊണ്ട് ലാളിക്കാൻ നിന്നാലേ ഇത് തന്നെ കിട്ടും. നിനക്ക് വരയ്ക്കാൻ പറ്റില്ല അല്ലേടി? ഈ സമയം ഗോകുലും ശ്രീനിയും വരുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് ധനലക്ഷ്മി അപ്പൊ ശ്രീനിയോട് പറയും, എന്താന്ന് ഞാൻ പറയാം, വാർത്ത ദോഷം അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വിഷവിത്താണെങ്കിലേ വെയിലുറക്കുന്നതിന് മുമ്പ് പിഴുതു മാറ്റണമെന്നാ മനോജ് ലക്ഷ്മിയോട് പറയുന്നുണ്ട്. ലക്ഷ്മി, ഇങ്ങനെയൊന്നും അച്ഛനോട് പറയരുത്, ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ ഇനി പറയും. ഗോകുലും കാര്യങ്ങളൊന്നും അറിയാതെ ചോദിക്കുന്നുണ്ട്, എന്താ അപ്പേ സംഭവിച്ചതെന്ന്. അപ്പൊ ധനലക്ഷ്മി ഗോകുലിനോട് പറഞ്ഞു കൊടുക്കും, നിന്റെ അപ്പേ അച്ഛന് വേണ്ടി ഒരു ഡിസൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു, അവൾക്കതേ വരയ്ക്കാൻ പറ്റില്ലെന്ന്. ശ്രീനി ചോദിക്കുന്നുണ്ട് കൺമണിയോട്, എന്താ മോളെ സത്യമാണോ ധനലക്ഷ്മി പറഞ്ഞത്? എനിക്ക് പറ്റുന്നില്ല അച്ഛാ, ഞാൻ ശ്രമിച്ചു നോക്കിയായിരുന്നു എന്ന് കൺമണി സങ്കടത്തോടെ പറയുന്നുണ്ട്. എന്തെങ്കിലും വയ്യായി ഉണ്ടോ എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോ, നിന്റെ അപ്പയ്ക്ക് ഒരേ ഒരു അസുഖയുള്ളൂ, അസൂയ. മറ്റുള്ളവർ നന്നാവുന്നത് കാണുമ്പോഴാ സാധാരണ എല്ലാവർക്കും അസൂയ വരാറ്. സ്വന്തമായിട്ടും നന്നാവുന്നത് കാണുമ്പോൾ അസൂയ വരുന്നത് ഇവൾക്ക് മാത്രമാ. മനോജേട്ടന് നല്ല ജോലിയും പദവിയും കാറും വീടും ഒക്കെ കിട്ടുമെന്നായപ്പോ അവൾക്ക് അസൂയ സഹിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് BR ഡിസൈൻസിലെ ജോലി വേണ്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധനലക്ഷ്മി കുറ്റപ്പെടുത്തുന്നുണ്ട് കൺമണിയെ. അവസാനം ഒരു വാണിംഗ് പോലെ പറയുന്നുണ്ട് ധനലക്ഷ്മി കൺമണിയോട്, എന്തൊക്കെ പറഞ്ഞാലും ശരി, മനോജേട്ടന് നീ വരച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഡിസൈൻ വരച്ചു കൊടുത്തേക്കണം, അല്ലെങ്കിൽ ധനലക്ഷ്മിയുടെ യഥാർത്ഥ മുഖം നീ കാണും. നീ നോക്ക്, എല്ലാവരും കാണാൻ എന്നെ താലി കെട്ടിയ മനുഷ്യൻ തകർന്ന തരിപ്പനായി നിൽക്കുന്നത്. ഇതും കണ്ട് എനിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനൊന്നും പറ്റില്ല. എന്തായാലും കൺമണി വിഷമത്തോടെ അവിടെ നിന്നും പോവുകയാണ്. ഗോകുല് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്, അപ്പക്ക് ശരിക്കും വരയ്ക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലാതെ അപ്പ അങ്ങനെയൊന്നും പറയില്ല, അവളെ കൊണ്ട് വരപ്പിക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് തിരിച്ചു പറയുന്നുണ്ട് ധനലക്ഷ്മി.